അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാൽ, അതായത് 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. അവരുടെ 9ാം ഭാവത്തിൽ ആണ് ഈ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നത്. ഇവർക്ക് വിദേശ ബന്ധങ്ങളുള്ളവർക്ക് അഥവാ വിദേശത്ത് പഠിക്കാൻ പോവുക, വിദേശത്ത് റിസേർച്ചിനും ഒക്കെ ട്രെയിനിങ്ങിനും ഒക്കെ പോകേണ്ടവർ, അഥവാ വിദേശത്തിൽ ബിസിനസ് ബന്ധങ്ങൾ ഉള്ളവർ, അവർക്കൊക്കെ ചില വിചാരിച്ചിരിക്കാത്ത ചില പുതിയ അസൈൻമെൻറ്റ്സ് വരികയോ അവിടെ കൂടുതൽ പ്രശോഭിക്കാൻ സാധിക്കുകയോ ഒക്കെ ഉണ്ടാകും. ട്രെയിനിങ് കൊടുക്കുന്ന അഥവാ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ആ തരത്തിൽ പെടുന്ന വർക്കുകൾ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ആഴ്ച അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് അവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ യാത്ര കൊണ്ടും അതുപോലെ തന്നെ ട്രെയിനിങ് വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വഴി ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ സന്തോഷവും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരിക്കും. മറ്റ് രോഗങ്ങളിൽ നിന്നും ഒന്നും ഉള്ള ഭയം ആവശ്യമില്ല. ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ മുതിർന്നവരുടെ അഥവാ അച്ഛനമ്മമാർ അങ്ങനെയുള്ള അവരുടെ അനുഗ്രഹം അവരുടെ ഉണ്ടാകാൻ സാധിക്കും. അവരുടെ അനുഗ്രഹത്തോടു കൂടി പല കാര്യങ്ങൾക്കും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനും അത് അനുഗ്രഹപ്രദമാകാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവർക്കൊരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് അവർ രാവിലത്തെ സമയത്ത് കൂടുതൽ നേരം ജോലി ചെയ്യുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും രാത്രി സമയം വളരെ വൈകാത്ത രീതിയിൽ ഉറക്കം തടസ്സമില്ലാത്ത ഉറക്കം കിട്ടാൻ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തുളസി പരിപാലനം, തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുക, പരിപാലിക്കുക, ഇതൊക്കെയും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം കൂടുതൽ നന്നാവാൻ സാധ്യതയുണ്ട്.